തിയറിറ്റിക്കൽ സെഷനാണെന്ന് കരുതി, ഇതിൽ കൂടുതൽ തിയറിയാണുള്ളത് എന്ന് കരുതി ഈ വീഡിയോ അവഗണിക്കരുത്. കാരണം ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ കരിയർ ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവസരങ്ങളിലെല്ലാം റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോയും കൂടിയാണിത്. അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഇത് കാണുക. ഇത് പ്രാക്ടിക്കലി വളരെ പ്രയോജനപ്രദമാണെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഡ് ലൈൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടന്ന സക്സസ്ഫുൾ ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു? ഇനിയെങ്കിലും അതൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോയുടെ പ്രാധാന്യം എന്താണ്. പ്രൊക്രാസ്റ്റിനേഷൻ, കാര്യങ്ങൾ നീട്ടിവെക്കുന്ന അവസ്ഥ. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. അതിങ്ങനെ നീട്ടി വയ്ക്കുന്നു. ആ അവസ്ഥയ്ക്കാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാം? ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? പുറത്തു വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാം. ഇതിന് ഏറ്റവും നല്ല 2 പരിഹാര മാർഗം. ഒന്ന്, ഇതിൻ്റെ മൂലകാരണം അല്ലെങ്കിൽ റൂട്ട് കോസ് എന്തെന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പിന്നിലുള്ള കാരണം പലതുമാകാം. അത് ചില സംഭവങ്ങളാകാം, വ്യക്തികളാകാം, അവസ്ഥയാവാം, നമ്മുടെ തന്നെ ചിന്തകളാകാം. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ് അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക. അതാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള, ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഷെയർ ചെയ്യുക, അതിനെപ്പറ്റി സംസാരിക്കുക. അതാണ് രണ്ടാമത്തെ ഒരു പരിഹാര മാർഗം. ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ മിക്കവാറും എല്ലാവർക്കും ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അത് മാത്രമല്ല, പ്രൊക്രാസ്റ്റിനേഷൻ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള മാർഗം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നോക്കുക. ഇനി ഈ പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ഈ ചെയ്യാനിരിക്കുന്ന, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യാനുള്ള താല്പര്യം നിങ്ങൾക്ക് ഇല്ലാതാവുക. ഇതിനുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നേട്ടങ്ങളെപ്പറ്റി എല്ലാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ നേട്ടങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക. അതിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഈ കാര്യങ്ങൾ നീട്ടിവെക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന മറ്റൊരു ചിന്തയാണ് പെർഫെക്ഷനിസം. കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമയത്ത് നമ്മളൊരു ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പെർഫെക്ഷനിസത്തിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ആവശ്യം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ, കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ. ആദ്യം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യാം എന്ന് പഠിക്കാം. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ഡൗൺ ടാസ്ക്സ്. നമുക്ക് ചെയ്യേണ്ട ഒരു വലിയ കാര്യത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായി വിഭജിക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങുക. ഇത് വളരെ എളുപ്പവും എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവുമാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മളൊരു വലിയൊരു യാത്ര പോവാണ്, ഒരു 2000-ഓ 3000-ഓ കിലോമീറ്റർ ദൂരമുള്ളൊരു യാത്ര പോവുകയാണ്. നമ്മൾ ഈ 2000-3000 കിലോമീറ്ററിനെ പറ്റി എപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിനെ പല പല മൈൽ സ്റ്റോണുകളാക്കി മാറ്റുക, പല പല ലക്ഷ്യങ്ങളാക്കി വിഭജിക്കുക. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ പോകേണ്ടത് ഇവിടുന്ന് തിരുനെൽവേലി, മധുരൈ, സേലം, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇങ്ങനെയാണ് പോകേണ്ടതെന്ന്, ഇങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന റൂട്ട്. ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഇവിടുന്ന് മധുരയ്ക്ക് പോകുന്നു. മധുര പോയി അവിടെ നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നു. മധുരയുള്ള ഫുഡെല്ലാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നു.
നിങ്ങൾക്ക് താല്പര്യമുള്ള ചില കാഴ്ചകൾ കാണുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട്, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായിട്ട് ഒരു വലിയ ലക്ഷ്യത്തെ നിങ്ങൾക്ക് വിഭജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് മുമ്പോട്ട് പോകും. അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഈ വലിയൊരു ടാസ്കിനെ പറ്റി നിങ്ങൾ ചിന്തിക്കത്തേയില്ല. കാരണം നിങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു, അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. ഇനി ആ യാത്ര മുമ്പോട്ട് പോകും. ഇനി ഓക്കെ, മറ്റൊരു കാര്യം കൊടുക്കാം. നമ്മുടെ ഈ ISRO ഒക്കെ ഉണ്ടാക്കുന്ന റോക്കറ്റിൻ്റെ കാര്യം കൊടുക്കാം. ഇതൊക്കെ പല പല ഡിവിഷനുകളിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എവിടെ നിന്നാണോ ഇത് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു സാധനത്തിനെ ചെറിയ ചെറിയ കമ്പോണൻസ് ആയിട്ട് പലയിടത്തു നിന്നും ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇതിനെല്ലാം കൂടെ വീണ്ടും യോജിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് കാറുകളൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് ഈ പല പല പാർട്സുകളായിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ എളുപ്പമാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്രിയേറ്റ് എ സ്കെഡ്യൂൾ. ഈ കാര്യം ഇന്ന ദിവസം ചെയ്തു തീർത്തിരിക്കും, ഈ 5 കാര്യങ്ങൾ ഇത്ര ദിവസത്തിനകം ഇത്രാമത്തെ ദിവസം ചെയ്തു തീർത്തിരിക്കും. അങ്ങനെ ഒരു സ്കെഡ്യൂൾ എല്ലാ കാര്യത്തിനും ഉണ്ടാക്കുക. അടുത്തൊരു പോയിന്റാണ് എസ്റ്റാബ്ലിഷ് ഡെഡ് ലൈൻസ്. ഇപ്പോഴും ഞാൻ പല കമ്പനികളുടെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത സമയത്ത് പറയാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം ഡെഡ് ലൈൻസ് വയ്ക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഡെഡ് ലൈൻസ് ഇല്ലാതെ ഉള്ള കാര്യങ്ങൾ, ഡെഡ് ലൈൻസ് ഇല്ലാത്ത കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്ത് കാര്യത്തിനും നമുക്കൊരു ഡെഡ് ലൈൻ വേണം. സോ എസ്റ്റാബ്ലിഷ് ഡെഡ് ലൈൻസ് ഫോർ യുവർ ടാസ്ക്. ഈ ഒരു കാര്യം ഞാൻ ഇത്ര ദിവസത്തിനകം ചെയ്ത് തീർത്തിരിക്കും, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം എന്നുള്ളതങ്ങ് മാറ്റുക. ഈ കാര്യം ഞാൻ വരുന്ന 25-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് ചെയ്ത് തീർത്തിരിക്കും. ഇങ്ങനെയാണ് ഡെഡ് ലൈൻസ് കൊടുക്കേണ്ടത്. ഡെഡ് ലൈൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡെഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതുപോലെ വേറൊരു കാര്യമാണ്, നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു മാർഗമാണ് റിവാർഡ് യുവർ സെൽഫ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ 30 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു. എന്നിട്ട് അതിൽ ഒരു കാര്യം കൂടെ ചെയ്യുക. 5 ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ ഞാനൊരു സിനിമയ്ക്ക് പോകും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ ഒരു റിവാർഡ്, ഞാനൊരു പുതിയ ഒരു സാധനം വാങ്ങിക്കും. അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു യാത്ര പോകും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റിവാർഡുകൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് തന്നെ ഓഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ടാസ്കിനോട് ഉള്ള താല്പര്യം കൂടി വരും. ടാസ്ക് ചെയ്തു തീർക്കാനുള്ള ഒരു താല്പര്യം കൂടി വരും. അതായത് നമ്മളൊരു ദൂരയാത്ര പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ 200 കിലോമീറ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ 100 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ബ്രേക്ക് എടുക്കും, നമ്മളൊരു ചായ കുടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോഫി കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യും. ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിലാക്സേഷന് വേണ്ടി, ആ ഒരു ബ്രേക്കിന് വേണ്ടി, ആ ടാസ്ക് ചെയ്യാനുള്ള, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് കൂടും. നിങ്ങളൊരു തൊഴിലന്വേഷകനാണ്. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.